ഹായ്. ഹലോ. എന്തൊക്കെ വിഷമിച്ചിരിക്കുന്നേ? എന്ത് പറയാനാ, അടുത്ത കറണ്ട് ബില്ലും വന്നു. ആദ്യം അങ്ങ് മുകളിൽ നിൽക്കുക ബില്ലിന്റെ എമൗണ്ട്. ഇത്രയ്ക്കും വേണ്ട നമ്മളിവിടെ എന്ത് ചെയ്യുവാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉപയോഗം ഉണ്ടെന്നല്ലേ എല്ലാരും പറയണേ. എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുത്തിയേ പറ്റൂ. എന്ത് മാറ്റം വരുത്താനാ പ്ലാൻ? ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഏതായാലും കൺസപ്ഷൻ നമ്മൾ ഏതായാലും ഈ ഇടയ്ക്ക് ആ ഒരു ലീക്കേജ് ടെസ്റ്റ് ചെയ്ത വലിയ പ്രശ്നം ഇല്ലാന്നാണല്ലോ അറിഞ്ഞത്. അപ്പോൾ നമ്മുടെ കൺസപ്ഷൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കുറച്ച് മാറ്റങ്ങൾ വരുത്താനാണ് ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ എന്താണ്, ഫാനുകൾ, പഴയ ഫാനാണ് നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഉറങ്ങുമ്പോഴാണെങ്കിൽ അറൗണ്ട് ഒരു 8 മണിക്കൂർ വരെ കണ്ടിന്യൂസ് 2 ഫാൻ ഓടും. പിന്നെ അല്ലാതെ നോർമലി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഫാൻ ഉപയോഗിക്കും. അപ്പോൾ നമുക്ക് ഏതായാലും ഫസ്റ്റ് ഫാനുകളൊക്കെ ഇപ്പോഴത്തെ BLDC ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ വരാമോ എന്നുള്ളത് നമുക്ക് അതിനനുസരിച്ച് നോക്കിയാലോ എന്നാണ് ഞാൻ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റിയ പ്രയോജനം ഉണ്ടാവോ? നമുക്ക് ശരിയാവുമെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ നമ്മൾ നമ്മുടെ അപ്ഗ്രേഡേഷൻ വീഡിയോയിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ പാർട്ട് 1 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. എന്താ ആലോചിക്കുന്നേ? ഞാൻ തന്നെ ഇതൊക്കെ ഫിറ്റ് ചെയ്താലോ എന്നാണ് ഒരാലോചന. എന്തിനാ വെറുതെ കത്തിക്കുന്ന വീടിനെ? അല്ല, അങ്ങനെയല്ല. അല്ല, നമുക്ക് ഫിറ്റ് ചെയ്യാം എന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതിലൊരു ചേഞ്ച് ഉള്ളതെന്ന് പറയുന്നത്, നമ്മൾ സാധാ ഫാനാണല്ലോ ഉപയോഗിക്കുന്നത്. സാധാ ഫാനിന് റെഗുലേറ്റർ ഉണ്ട്. BLDC ഫാൻ ആകുമ്പോൾ റെഗുലേറ്റർ അല്ല, റിമോട്ട് കൺട്രോളാണ് വരുന്നത്. ഡയറക്റ്റ് ആ ഒരു റെഗുലേഷൻ വരുന്നില്ല. ഡയറക്റ്റ് ആ ഒരു കറണ്ട് എന്താണ് ഫാനിലോട്ടാണ് പോകുന്നത്. ആ ഒരു രീതിയിലാണ് ഇതിന്റെ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇലക്ട്രീഷ്യനെ വരുത്തുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ഈ എന്താണ്, നമ്മുടെ റെഗുലേറ്റർ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ കണക്ഷൻ ഊരിയിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അല്ലാതെ ഫാന് മാത്രമായിരുന്നെങ്കിൽ എനിക്ക് തൂക്കം അറിയായിരുന്നു. കാരണം ഇന്നലെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്ത ഫാൻ എല്ലാം ഞാനാണെന്നല്ലോ ഊരിയത്. ദേ നോക്കി, അവിടെ കണ്ടോ, ഫാനേ ഇല്ല. ആ ഫാനൊക്കെ ഞാനാണ് ഊരിയത്. അപ്പോ അതെ, ആ ഫാൻ ഊരി എനിക്ക് പിന്നെ ഈ ഫാനൊക്കെ ഫിറ്റ് ചെയ്യണത് വലിയ സംഭവമൊന്നുമല്ല, അല്ലേ ഹേനു? അതാണ്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്കിത് എങ്ങനെയൊക്കെയാണ്, ഇപ്പൊ ഏതൊക്കെ മോഡലാണ്, അതെ, അതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ നോക്കാം. ഇതിലിപ്പോ മൊത്തത്തില് നമ്മൾ എല്ലാ റൂമിനകത്തേക്കും അതുപോലെ തന്നെ ഹാളിലും കിച്ചണിലത്തേക്കുള്ള എല്ലാം, അതായത് ഇവിടെ ഈ വീട് വെച്ചിട്ട് അറൗണ്ട് 30 years ആയിട്ടുണ്ട്. ഈ 30 yearsന് എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് 1-2 മാറ്റിയത് ഒഴിച്ചാൽ ഒരു 1-2 ഫാനൊക്കെ പണ്ടേ ഉള്ള ഫാൻ തന്നെയാണ്. പിന്നെ അതിനുശേഷം അത് റിപ്പയർ ആയ സമയത്ത് നമ്മൾ 1-2 ഒക്കെ മാറ്റിയിട്ടുണ്ട്. അതെല്ലാം പഴയ മോഡൽ ഫാൻ തന്നെയാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മളിപ്പോ ഇത് ഈ ഒരു ഇതിലോട്ട് വരുമ്പോ, അതായത് BLDC വരുമ്പോ എല്ലാത്തിന്റെയും, അതായത് എല്ലാ റൂമിന്റെയും നമ്മളിപ്പോ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത് മെയിൻ ആറ്റംബർഗ് എന്നുള്ള ബ്രാൻഡ് തന്നെയാണ്. ഹേനു എന്തൊക്കെ കാണിക്കും. അപ്പൊ നമുക്ക് ഇതിൽ നെക്സ്റ്റ് കാര്യങ്ങൾ നോക്കുന്നതെന്ന് വെച്ചാൽ, ബ്രാൻഡ് ആണോ എന്ന് ചോദിച്ചാൽ, ഈ BLDC മോട്ടർ യൂസ് ചെയ്തിട്ടുള്ള ഫാനിൽ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ആറ്റംബർഗ് എന്നുള്ള ബ്രാൻഡാണ്. ഓൺലൈനിൽ മാത്രമേ ആ ടൈം ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഓഫ്ലൈൻ ഉണ്ടോ എന്നുള്ളത് വലിയ ഐഡിയ ഇല്ല, കാരണം നമ്മൾ ഓൺലൈൻ ആണല്ലോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ നമ്മളിപ്പോ ഒരു ഫാന് മാത്രം നമ്മൾ ഇപ്രാവശ്യം ചൂസ് ചെയ്തത് ഓറിയന്റ് ആണ് കേട്ടോ. ഓറിയന്റ് ഇലക്ട്രിക് എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് ഒരു ഫാന് ചൂസ് ചെയ്തത്. ബാക്കി എല്ലാ ഫാനും BLDC എന്ന് ആറ്റംബർഗ് എന്നുള്ള ബ്രാൻഡിന്റെ തന്നെയാണ്. അപ്പൊ ഇതില് നമ്മൾ ആറ്റംബർഗിന്റെ തന്നെ ഇത് മൂന്നും ഒരേ സെയിം മോഡലാണ്. ഈ മോഡൽ എന്ന് പറയുന്നത് റെനേസ പ്രൈം എന്ന് പറയുന്ന മോഡലാണ് ഇത് മൂന്നും. പിന്നെ നമ്മുടെ റൂമിലത്തേക്ക് മാത്രം നമ്മൾ സ്മാർട്ട് ആണ് കേട്ടോ മേടിച്ചത്. ഇത് വരുന്നത്, ഇതിന്റെ പേര് റെനേസ സ്മാർട്ട് എന്ന് പറയുന്ന മോഡലാണ് നമ്മുടെ റൂമിലത്തേക്ക് നമ്മൾ മേടിച്ചത്. പിന്നെ കിച്ചണിൽ നമ്മൾ വലുതായിട്ട് ഉപയോഗിക്കത്തില്ലല്ലോ, കാരണം കിച്ചണിൽ നമ്മൾ നോർമലി കുക്ക് ചെയ്യണ സമയത്ത് ഗ്യാസ് അണഞ്ഞു പോകുന്നുള്ള രീതിയിൽ നമ്മൾ കിച്ചണിൽ വലുതായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പൊ കിച്ചണിൽ നമ്മൾ അത്രയും ഒരു അതായത് അതിൽ തന്നെ ഏറ്റവും കുറഞ്ഞ ഒരു മോഡലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിന്റെ പേര് വന്നിട്ട്, ഇതിയുടെ പേരുണ്ടായിരുന്നല്ലോ, അമേസ എന്നാണ് ആ ഒരു മോഡലിന്റെ പേര്. പിന്നെ ഒരെണ്ണം മാത്രം നേരത്തെ പറഞ്ഞ ഓറിയന്റിന്റെ ഒരിത്,
പിന്നെ കളേഴ്സ് എല്ലാം നമുക്ക് ഏതെങ്കിലും ഫിറ്റ് ചെയ്യുന്ന സമയത്ത് കാണാം. നമ്മളെല്ലാം ബ്ലാക്ക് ഒന്നും അല്ല ഓർഡർ ചെയ്തിട്ടുള്ള, കളർ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ആ ടൈം കാണാം. പിന്നെ ഒരെണ്ണം നമുക്ക് നമ്മൾ വീഡിയോ, അതായത് ഹോം ടൂർ വന്നവർക്ക് അറിയായിരിക്കുമല്ലോ, ഇവിടെ വളരെ താഴ്ന്ന തട്ടാണ് ഈ ഹാളില്. അപ്പൊ നമ്മൾ അവിടെ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പെഡസ്റ്റൽ ഫാനാണ്. അപ്പൊ നമ്മളൊരു പെഡസ്റ്റൽ ഫാൻ ഇവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് അവിടെ വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഏതായാലും ഈ പെഡസ്റ്റൽ ഫാൻ നമുക്ക് ഏതായാലും അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാവുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമില്ലല്ലോ, ഡയറക്റ്റ് പ്ലഗ് ഇൻ ചെയ്താൽ മതിയല്ലോ. അത് നമുക്ക് തന്നെ നോക്കാം. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ പറഞ്ഞ മോഡലുകൾ ഒന്ന് അൺബോക്സ് ചെയ്ത് കാണാം. ഫസ്റ്റ് നമുക്കപ്പോ ഈ മോഡൽ ഓപ്പൺ ചെയ്യാം. ഏതാ ഈ മോഡല്? റെനേസ പ്രൈം എന്ന് പറയുന്നത്. ഈ മോഡലിന് ഇതിന്റെ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് 2 ബോക്സ് ഉണ്ട്. ഒന്ന് എന്താണ് നമ്മുടെ മോട്ടറും വരുന്നത്, രണ്ടാമത്തേത് ലീഫ് വരുന്നത്. ലീഫ് ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? ഇതിപ്പോ ഓപ്പൺ ബോക്സ് ഡെലിവറി ആയതുകൊണ്ട് അവര് തന്നെ കുറെ പൊട്ടിക്കുമല്ലോ. അതാണ് ലീഫ്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത ഒരു കളർ കേട്ടോ. ഇതിന് എന്താണ് ടീലെന്നോ അങ്ങനെ എന്തോ ആണ് ഈ കളർ പറയുന്നത്. ഇനി ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഓർഡർ ചെയ്തത്. ഇതാ നീ കണ്ടോ? അപ്പൊ പിന്നെ അടുത്ത് ഇതിനകത്ത് ആസ് യൂഷ്വൽ 2 കപ്പ് വരുന്നുണ്ട്. പിന്നെ ഓക്കെ, ഇതാണ് ആക്ച്വലി ഒരു മോട്ടർ വരുന്നത്. വളരെ വെയിറ്റ് കുറവാണ് കേട്ടോ. വെയിറ്റ് എനിക്ക് തോന്നുന്നു ഒരു 1 കിലോയോ 1/2 കിലോ അതിനകത്തൊക്കെ വരത്തുള്ളതെന്ന് തോന്നുന്നു. പിന്നെ അല്ല, എന്നാലും ഞാൻ പറഞ്ഞത് അത്രയല്ലേ വെയിറ്റ് വരുന്നു. പിന്നെ റിമോട്ട് വരുന്നുണ്ട്. പിന്നെ ഇത് തൂക്കിയിടാനുള്ള സാധനങ്ങൾ, 2 ബാറ്ററി, പിന്നെ ഇതിന്റെ ഇത് എന്താണ് ആ ഒരു കമ്പി തൂക്കിയിടുന്ന സാധനം. അല്ല, ഇതൊക്കെ എനിക്കറിയാം. വേണമെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്യുമ്പം ഇലക്ട്രീഷ്യന് ഞാൻ തന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. പിന്നെ വാറണ്ടി കാർഡ് കം യൂസർ മാനുവൽ. ഹെയ്നുവിന് കാണിച്ചു കൊടുക്കാം. ഹെയ്നു ആണല്ലോ നാളെ മുതൽ ഇതെല്ലാം തൂക്കിയിടുന്ന ആള്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു ഇതിനകത്തുള്ളത്. ഇതാണ് അതിന്റെ ഒരു സെൻട്രൽ മോട്ടർ. ജസ്റ്റ് ഒരു ഓവൽ ഷേപ്പ് അല്ല റൗണ്ടിൽ നടുക്ക് ഒരു മോഡൽ പോലെ ഇരിപ്പുണ്ട്. നമുക്കപ്പോ തിരിച്ചിതുപോലെ തന്നെ വെക്കാം. ഇലക്ട്രീഷ്യൻ വരട്ടെ. അപ്പൊ നെക്സ്റ്റ് ഫാനിലോട്ട് പോവാം. ഇത് നമ്മുടെ റൂമിലത്തേക്ക് മേടിച്ചതാണ്. നേരത്തെ കാണിച്ചതിന്റെ സ്മാർട്ട് ആയിട്ടുള്ള മോഡൽ റെനേസ സ്മാർട്ട് എന്ന് പറയുന്ന മോഡലാണിത്. അപ്പൊ ഇത് നോക്കാം. ഇത് ആക്ച്വലി പാക്കിംഗ് ഒക്കെ കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കേട്ടോ. നേരത്തെ കണ്ടത് 2 സെപ്പറേറ്റഡ് ആയിരുന്നു. ഇതിപ്പോ തെർമോക്കോളെ കൊടുത്ത് ഇത് ഇങ്ങനെ ഇളക്കാൻ പറ്റും. അടി വേറെ ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു യൂസർ മാനുവൽ അവിടെ കിടക്കും. ഓക്കെ, അതുപോലെ തന്നെ ലീഫിന് വേറെ വ്യത്യാസമൊന്നുമില്ല. കളർ ഇതാണ് കേട്ടോ. ടീലെന്തോ അങ്ങനെ എന്തോ ആണ് കളർ. നോക്കാം. അതുപോലെ തന്നെ ആ 2 കപ്പ് വരുന്നുണ്ട്. ഇതാണ് സ്മാർട്ട് മോട്ടർ എന്ന് പറയുമ്പോൾ നോർമൽ മോട്ടർ തന്നെയാണ്, ബട്ട് സ്മാർട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അലക്സ, ആൻഡ്രോയിഡ് അസിസ്റ്റന്റ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ഫോൺ ത്രൂ കൺട്രോൾ ചെയ്യാം. അത്രയുള്ള നേരത്തെ ഫാനും ഇതും തമ്മിലുള്ള വ്യത്യാസം. ഇത് പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ട് കേട്ടോ അതിനേക്കാളും. അതിലൂടെ ഷേപ്പും നേരത്തെ കണ്ടതുപോലെയല്ല, കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. ദെൻ ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, സെയിം റിമോട്ട് തന്നെയാണ്. പിന്നെ ബാറ്ററി, ആ ഒരു കമ്പി, പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള ബാക്കിയുള്ള സ്ക്രൂസും കാര്യങ്ങളൊക്കെ. ഈ കളർ എന്ന് പറയുന്നത് മിസ്റ്റി ടീൽ ആൻഡ് ബ്ലാക്ക് എന്ന് പറയുന്നതാണ് കേട്ടോ കളർ. അതാണ് ആ കളറിന്റെ ഫുൾ നെയിം, മിസ്റ്റി ടീൽ ആൻഡ് ബ്ലാക്ക്. അടുത്ത മോഡൽ അപ്പോൾ നമ്മൾ കിച്ചണിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇതിലുള്ള ഏറ്റവും റേറ്റ് കുറഞ്ഞ മോഡല്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ റേറ്റ് കുറഞ്ഞതുപോലെ തന്നെ കളർഫുൾ ബോക്സ് ഒക്കെ പോയ കേട്ടോ. നോർമൽ ബോക്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്ക് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് കേട്ടോ. കളർ ബ്ലാക്ക് ആണ്. ഇതും ലീഫിന്റെ സൈസ് സെയിം തന്നെയാണ്, 1200 mm തന്നെയാണ് ലീഫിന്റെ സൈസ്. പിന്നെ ഈ പറഞ്ഞതുപോലെ BLDC തന്നെയാണ്, റിമോട്ട് ഓപ്പറേറ്റഡ് തന്നെയാണ്. പക്ഷെ മോഡല് വ്യത്യാസം തന്നേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രൈസിലും ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊട്ടിച്ചു. ഇനി സെയിം യൂസ്, പക്ഷെ ഇതിന്റെ പാക്കിംഗ് എല്ലാം ഡിഫറെന്റ് ആണ് കേട്ടോ. ആ കമ്പിയൊക്കെ ഉണ്ട്, പിന്നെ ആ ക്യാപ്പ് ഉണ്ട്. ക്യാപ്പ് കുറച്ചൊരു സൈസ് ചെറുതാണ് കേട്ടോ.
പിന്നെ റിമോട്ട് സെയിം തന്നെയാണ്, റിമോട്ടിൽ ചേഞ്ച് ഇല്ല കേട്ടോ, റിമോട്ട് സെയിം തന്നെയാണ്, ബാറ്ററി ഉണ്ട്, ആ ഫിറ്റ്മെന്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. ദെൻ മോട്ടർ കുറച്ചുകൂടി വലിപ്പമുണ്ട്, വേറൊരു ഷേപ്പ്, നമ്മുടെ പഴയ ഫാനിന്റെ ആ ഒരു ഷേപ്പാണ് ഇത് വരുന്നത്. പക്ഷെ ഇതിലും BLDC മോട്ടർ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ആ ഒരു പ്രൈസിന്റെ വ്യത്യാസം വരുന്നത്. അതിന് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ വാട്ട്സും യൂസേജും കാര്യങ്ങളും, അത് BLDC മോട്ടറിന്റെ ആ ഒരു പവർ കൺസപ്ഷൻ എല്ലാം സെയിം തന്നെയാണ് ഇതിന്. സോ അപ്പൊ നമുക്കിനി തിരിച്ചു വയ്ക്കാം. നെക്സ്റ്റ് ഫാൻ എന്ന് പറയുന്നത് ബ്രാൻഡ് വേറെയാണ്, ആറ്റംബർഗ് അല്ല, ഓറിയന്റ് ഇലക്ട്രിക്കിന്റെ BLDC ഫാനാണ്. ഇതെന്താണ് മാറ്റിയെന്ന് ചോദിച്ചാൽ അതിന് കാരണമില്ല കേട്ടോ, ഞാൻ നോക്കിയപ്പോ അങ്ങനെ എന്തോ ഓർഡർ ചെയ്തു. അപ്പൊ ഇതിലെ പാക്കിംഗ് എല്ലാം വീണ്ടും ഡിഫറെന്റ് ആണ്. ഇത് മോട്ടറിന്റെ ബോക്സ്, പിന്നെ ആ ക്യാപ്പ് മറ്റേതിലത്തേനേക്കാളൊക്കെ കുറച്ചുകൂടെ വലിപ്പമുണ്ട് കേട്ടോ, കുറച്ചുകൂടെ എന്താ പറയുക, ഒരു ഗ്ലോസി, ആ ഒരു ഗ്ലിറ്ററിങ് ഫിനിഷ് ആണ് ഇതിന്റെ ഒരു പെയിന്റ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ലീഫ് കുറച്ചുകൂടെ അല്ല, സെയിം തന്നെയാണ്. ഇത് 1200 mm തന്നെയാണ് ലീഫിന്റെ ലെങ്ത്. ഇതാണ് കളർ കേട്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഏകദേശം നേരത്തെ ആ ഒരു ടീലിന്റെ ഒക്കെ ഒരു കളറാണെന്ന് തോന്നുന്നു. ദെൻ ഈ ബോക്സിനകത്ത് ഓക്കെ ആസ് യൂഷ്വൽ മറ്റേ ആ കമ്പിയുണ്ട്. പിന്നെ അത് പറഞ്ഞില്ല കേട്ടോ, ഈ എല്ലാ മോഡലിനും 3 years ആണ് കേട്ടോ വാറന്റി. ആറ്റംബർഗിന്റെ ആയാലും ഇപ്പൊ ഈ ഓറിയന്റിന്റെ ആയാലും 3 years വാറന്റി ഉണ്ട്. ദെൻ ഇതിന്റെ റിമോട്ട്, പക്ഷെ ഇതിന്റെ റിമോട്ട് നേരത്തെ ഒരു ലുക്ക് ഇല്ല കേട്ടോ, അത് കുറച്ചിട്ട് ഭംഗിയുണ്ടായിരുന്നു, ഇത് വലിയൊരു ലുക്കില്ല. അതിന് കൊള്ളാം, കുഴപ്പമില്ല. സിലിക്കാജൽ ഇതാണ് ഓറിയന്റിന്റെ. ഇത് കുറച്ചൊരു വെയിറ്റ് ഉണ്ട് കേട്ടോ, ആറ്റംബർഗിനേക്കാളും കുറച്ചൊരു വെയിറ്റും ഉണ്ട്. ആറ്റംബർഗ് നല്ല സ്ലീക്ക് ഡിസൈൻ ആണ് ഇത്, പക്ഷെ വീണ്ടും ഒരു എന്താ പറയാ, പഴയ ഫാനിന്റെ ഒക്കെ ആ ഒരു സൈസ് ഒക്കെ വരുന്നുണ്ട്. ആറ്റംബർഗിൽ നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു വില കുറഞ്ഞ മോഡൽ അതേപോലെ തന്നെ പഴയ സൈസ് വരുന്നുണ്ട്, പക്ഷെ അതും വെയിറ്റ് കുറവാണ്. ഇത് പക്ഷെ കുറച്ചൊരു വെയിറ്റ് ഉണ്ട് ഈ ഫാന്. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ചു വെക്കാം. അപ്പൊ നമ്മുടെ ലാസ്റ്റ് മോഡലിലോട്ട് പോവാം. ലാസ്റ്റ് മോഡൽ പെഡസ്റ്റൽ ഫാൻ ആണ്. ഇത് 2 year ആട്ടോ വാറന്റി ഉള്ളൂ. അതില് 1+1 year മാത്രമേ ഓൺ സൈറ്റ് വാറന്റി ഉള്ളൂ ഈ ഒരു ഫാനിന്, ബാക്കിയെല്ലാം 3 years വാറന്റി ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതേതായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് എന്താ പറയാ, ഇത് സെറ്റപ്പ് ചെയ്ത് തന്നെ പോവാം. കാരണം ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ, നമുക്ക് തന്നെ യൂസർ മാനുവലൊക്കെ നോക്കി ഫിക്സ് ചെയ്യാം. ആദ്യം എന്താണിത്, ലീഫും അതുപോലെ തന്നെ ലീഫിന്റെ പുറത്ത് വരുന്ന 2 ഗാർഡ്, പിന്നെ ഓക്കെ നമ്മുടെ ആ സ്റ്റാൻഡിൽ വരുന്ന എന്താണ് എന്റെ പേര്, ആ സാധനം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഫൂട്ട്. പിന്നെ ഇനി ഓക്കെ, ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കം വാറന്റി കാർഡ്, 2 ബാറ്ററി, ബാക്കിയെല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്നു കേട്ടോ, ഒരുമിച്ച് എടുക്കാം. അയ്യോ, ഓക്കെ ബോക്സ് മാറ്റാം. ഓക്കെ, ഇതാണ് നമ്മുടെ മോട്ടോറും ആ ഒരു സ്റ്റാൻഡിന്റെ ബാലൻസ് താഴോട്ട്, അതിലെല്ലാം ഉണ്ടായിരുന്നത് പോലത്തെ സെയിം റിമോട്ട് തന്നെയാണ് ഇതിൽ. അപ്പൊ എനിക്ക് തോന്നുന്നു ഹാളിൽ നമുക്ക് ഒരു റിമോട്ട് മതിയായിരിക്കും, 2 ഫാനും അതുപോലെ ഈ പെഡസ്റ്റൽ ഫാനും ഒക്കെ വർക്ക് ചെയ്യിപ്പിക്കാനായിട്ട്. അത് നമുക്ക് ഫിറ്റ് ചെയ്തതിന് ശേഷം നോക്കാം ഒരു റിമോട്ട് തന്നെ എല്ലാത്തിലും സ്യൂട്ട് ആവുമോ എന്നുള്ളത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഇത് ഫിറ്റ്മെന്റിലോട്ട് പോവാം. അപ്പൊ നമുക്ക് താഴേന്ന് തുടങ്ങാം. ബിൽഡിംഗ് കെട്ടുമ്പോൾ ബേസ്മെന്റിൽ നിന്നാണ് തുടങ്ങണമെന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് താഴെ ആദ്യം ഫൂട്ട് പൊട്ടിച്ച് ഫൂട്ട് താഴെ നിർത്തി അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ഇതിൽ ഇത്രയും കീസാ വരുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഇതിപ്പോ 1 ആണ്, ഇപ്പൊ 2 ആക്കി, 3, 4 and 5. അതുപോലെ തന്നെ എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയതെന്ന് പറയുന്നത്, ആക്ച്വലി ഇതില് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഹൈറ്റ് ഇത്രയും തന്നെയാണ്. ഈ ഹൈറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഒരു ഓപ്ഷനേ ഉള്ളൂ. ബട്ട് നമുക്ക് നമ്മുടെ ഈ പഴയ ഫാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണ്ടോ, ഇവിടെ നമുക്ക് ഈ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അതെനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഈ ഒരു ഹൈറ്റിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അതർവൈസ് ഫാനിന്റെ ഒരു സ്പീഡും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ ഫാനിനെക്കാട്ടിലും നല്ല സ്പീഡും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ റിമോട്ടെല്ലാം നല്ല റെസ്പോൺസീവും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി നാളെ ഇലക്ട്രീഷ്യൻ വന്നതിന് ശേഷം ബാക്കി എന്താണ് ഫാനെല്ലാം ഫിറ്റ് ചെയ്യുന്ന ഒരു ഇതുകൂടെ കാണരുത്. ഹലോ, ഫിറ്റ് ചെയ്യാൻ പോവാണോ? പിന്നെ എനിക്കറിയാം ഇതൊക്കെ. അപ്പൊ ഇലക്ട്രീഷ്യനോ? ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഫിറ്റ് ചെയ്യാൻ പോവാ. ഇന്നലെ ഇലക്ട്രീഷ്യൻ ആയിരുന്നല്ലേ പറഞ്ഞേ? ആണ്, എന്നാലും ഞാൻ ഇന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കിയാലോ. ഫിറ്റ് ചെയ്തോ എന്നിട്ട്? പിന്നെ 2 ഫാൻ ഞാൻ ഫിറ്റ് ചെയ്തു. അത് വേറെ വലിയ സംഭവമൊന്നുമില്ല. നമ്മുടെ നേരത്തെ റെഗുലേറ്റർ ഉണ്ടല്ലോ, ആ റെഗുലേറ്ററിന്റെ കണക്ഷൻ മാറ്റിയിട്ട് അത് ബൈപ്പാസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലോസ് ചെയ്യുക. ദെൻ ഈ BLDC ഫാനിനെ നമ്മളിത് സെറ്റപ്പ് ചെയ്തിട്ട് തൂക്കി കണക്ഷൻ കൊടുക്കുക, ഓൺ ചെയ്യുക, കംപ്ലീറ്റ്. വേണമെങ്കിൽ ഞാൻ ഫിറ്റ് ചെയ്ത് 2 കാണിച്ചു തരാം. വരി. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ ഓറിയന്റ് ഇലക്ട്രിക്കിന്റെ ഫാനാണ്. ഇതിൽ വേറെ ലൈറ്റോ ഡിസ്പ്ലേയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഒരു ബസർ സൗണ്ട് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫാനിന്റെ റിമോട്ടൊക്കെ ഇവിടെ ഉണ്ട്. റിമോട്ട് എങ്ങനെയാണ് പെയർ ചെയ്യുന്നതെന്നൊക്കെ അതിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിന് അത്യാവശ്യം ഭംഗിയുണ്ട് കേട്ടോ ഇത് കാണാനായിട്ട്. അപ്പൊ ഇതൊരു ഫാൻ. ഇനി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലായിരുന്നു ആറ്റംബർഗിന്റെ അമേസ എന്ന് പറഞ്ഞൊരു മോഡൽ, അതിൽ ആ കുറഞ്ഞ മോഡൽ, അത് നമ്മൾ കിച്ചണിൽ ഫിറ്റ് ചെയ്തായിരുന്നു. അതായത് ആദ്യം ഈ കുറഞ്ഞ മോഡലുകൾ വെച്ച് നമ്മളൊന്ന് ട്രൈ അടിച്ച് നോക്കി, എന്നിട്ട് വലിയ മോഡലിലോട്ട് പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. ഇതാണത്. ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഒരു പെബിൾ ബ്ലാക്കിന്റെ കളർ. ഇതിൽ കണ്ടോ ഒരു ലൈറ്റ് ഉണ്ട്, ഒരു ലൈറ്റേ ഉള്ളൂ. ഇതിൽ നമ്മൾ എന്തെങ്കിലും, അതായത് റിമോട്ടിൽ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിംഗിൾ ലൈറ്റ് എന്താണ് നമുക്കൊരു നോട്ടിഫിക്കേഷൻ പോലെ പ്രകാശിക്കും. അത് അത്രേ ഉള്ളൂ ഇതിൽ വരുന്നത്. അപ്പൊ നമ്മൾ 2 ഏറ്റവും കുറഞ്ഞ മോഡലുകളാണ് ഇപ്പൊ ചെയ്തത്. ഇനി നമുക്ക് നേരെ നമ്മുടെ റൂമിലത്തേക്ക് വാങ്ങിച്ച ആ ഒരു സ്മാർട്ട് മോഡൽ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇത് ഫസ്റ്റ് ചെയ്താണ് ആ ഒരു മോട്ടോർ യൂണിറ്റ് വരുന്നത്. നമ്മൾ ജസ്റ്റ് ഇതിന്റെ കവർ മാറ്റുക, ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഇതിൽ കണ്ടോ 2 വയർ വരുന്നുണ്ട്. നമ്മുടെ ന്യൂട്രലും ഫേസും വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ക്യാപ്പ് യൂസ് ചെയ്ത ഒരു ഇതിനെ എന്താണ് വേറെ ഇതിലൊന്നും തട്ടാതിരിക്കാൻ വേണ്ടി ഒരു ക്യാപ്പ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ സിമ്പിൾ ആയിട്ട് വന്നായിരുന്നു. ഓക്കെ, then ഇതിന്റെ ക്ലാമ്പ് ഒക്കെ ഫിറ്റ് ചെയ്യണം. ഇനി ഇവിടെ 2 ക്യാപ്പ് വരുന്നത്. ക്യാപ്പിലൊക്കെ പേര് വെച്ചിട്ടുണ്ട് കേട്ടോ, ആറ്റംബർഗ്. നെക്സ്റ്റ് നമുക്ക് ഇത് ഫിറ്റ് ചെയ്യാം. അപ്പൊ ഇത് മുകളിലോട്ട് വരുന്ന ഭാഗമാണ്. ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് അവര്. ഈ ഭാഗമാണ് നമുക്ക് ഇവിടെ ഫിറ്റ് ചെയ്യാനായിട്ട് വരുന്നത് താഴോട്ട്. നമ്മൾ ഏതായാലും വയർ നേരത്തെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള ഈ വയർ നമുക്കിനി ഇതിലോട്ട് ഫിറ്റ് ചെയ്യണം. നമ്മൾ ഏതായാലും ഇനി ഇത് സെറ്റപ്പ് ചെയ്യുന്നതാണ്, കൂടുതൽ നീട്ടുന്നില്ല. നമ്മൾ ഏതായാലും ഒന്ന് എന്താണ് കുറച്ച് സ്പീഡിൽ കാണിക്കാം. ഓക്കെ, നമ്മൾ ആദ്യത്തിന്റെ ക്യാപ്പ് ഇടാൻ വിട്ടുമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നിപ്പോ എല്ലാം ഇളക്കിയതിന് ശേഷം ആ ക്യാപ്പ് ഇട്ടിട്ടാണ് ഇപ്പൊ
വീണ്ടും ചെയ്യുന്നത്. കാരണം ക്യാപ്പ് ആദ്യം ഇടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 2 വയറെടുത്ത് ഈ വയറിൽ കൂടി ക്യാപ്പ് പോകത്തില്ല. അപ്പൊ അതേപോലെ നമ്മൾ വീണ്ടും അതിലൊന്ന് വയർ ഊരിയെടുത്ത് ദെൻ ആ ക്യാപ്പ് ഫിറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒന്നേന്ന് കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ ഫാന് 2 വേ സ്വിച്ചിലാണ് വരുന്നത്. കണ്ടോ, അതാണ് ഈ 3 കണക്ഷൻ. ഇതില് നമ്മളിപ്പോ ഈ റെഗുലേറ്ററിന്റെ കണക്ഷൻ ബൈപ്പാസ് ചെയ്യുകയാണ്. ഇതാണ് റെഗുലേറ്ററിൽ ഇപ്പോൾ കണക്ട് ചെയ്തിരുന്നത്. ദെൻ ഇത് നമ്മുടെ ഫാനിലെന്ന് പറഞ്ഞ ന്യൂട്രൽ വയർ. അപ്പൊ ഈ വയറിന് നേരെ നമ്മൾ ഈ റെഗുലേറ്ററിനെ ഊരിയതിനു ശേഷം ഡയറക്റ്റ് ഇവിടെ കണക്ട് ചെയ്യുന്നു. അത്രേ ഉള്ള കണക്ഷൻ കംപ്ലീറ്റ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കുറച്ച് അപ്ഡേഷൻസ് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എനിവേ നമുക്ക് നോക്കാം ഇതെങ്ങനെ ആവും എന്നുള്ളത്. സോ നെക്സ്റ്റ് നമ്മൾ കുറച്ച് അപ്ഡേഷൻസ് കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് പാർട്ട് 2 വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ബൈ.